ഇടുക്കി ചിന്നക്കനാലിലെ മുറിവാലൻ കാട്ടാന ചരിഞ്ഞു. ചക്കക്കൊമ്പൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മുറിവാലന് പരിക്കേറ്റിരുന്നു. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ മുറിവാലനെ പോസ്റ്റ്മോർട്ടം ചെയ്യും. വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് ചേരുന്നത് രാഹുൽ വിജയനാണ്. രാഹുൽ, വളരെ അവശ നിലയിലായിരുന്നു ഈ കാട്ടാന, ഇപ്പോൾ ചെരിഞ്ഞു. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ്? വിവരങ്ങൾ. ക്രിസ്റ്റിന, ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. അതിനുശേഷം ആനയെ മറവ് ചെയ്യും എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് ചക്കക്കൊമ്പനും മുറിവാലനും തമ്മിൽ ഏറ്റുമുട്ടിയത്. മുറിവാലന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മുതുകിലേറ്റ കുത്ത് അത് വ്രണമായി മാറുകയായിരുന്നു. പിന്നീട് അതിൽ നിന്നേറ്റ അണുബാധയാണ് മരണകാരണം, ഈ ആന ചെരിയാൻ കാരണമെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തലിലേക്ക്, നിഗമനത്തിലേക്ക് വനംവകുപ്പ് പോയിരിക്കുന്നത്. എന്തായാലും ചിന്നക്കനാലിനെ വിറപ്പിച്ചിരുന്ന ഒരു കാട്ടാന കൂടി ഇല്ലാതാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 3 കൊമ്പന്മാരായിരുന്നു ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നത്. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മുറിവാലൻ. അതിൽ അരിക്കൊമ്പനെ നേരത്തെ നാട് കടത്തിയിരുന്നു. ഇപ്പോൾ മുറിവാലൻ ചെരിഞ്ഞിരിക്കുന്നു. ഇനി ചക്കക്കൊമ്പൻ മാത്രമാണ് ഈ പ്രദേശത്തുള്ള ഏക കൊമ്പൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മറ്റു നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ പുലർച്ചയോടുകൂടിയാണ് ഈ കാട്ടാന അവശ നിലയിൽ വീണത്. ഒരാഴ്ചയായി പരുക്ക് ഏറ്റ് നടക്കുകയായിരുന്നു. വനംവകുപ്പിന്റെ കൃത്യമായ നിരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ പുലർച്ചയോടുകൂടി ആന വീണിരുന്നു. വലിയ തരത്തിലുള്ള ശ്രമങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആനയെ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്നു. പക്ഷേ ഫലം കണ്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ക്രിസ്റ്റീന. ശരി, രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.